Hello, today we are going to discuss the properties of expectation. Here we are discussing three properties. One is addition theorem and multiplication theorem, and the other is linear property of expectation. We will check one by one. The first one is, if x and y are any two random variables and g of x any measurable function of x, then for two constants a and b, expectation of a into g of x plus b equal to a into expectation of g of x plus b. അതായത് എക്സ്പെക്റ്റേഷൻ ഓഫ് എ ലീനിയർ ഫംഗ്ഷൻ എ ഇൻറ്റു ജി ഓഫ് എക്സ് പ്ലസ് ബി എന്ന് പറയുന്നതിന് സ്പ്ലിറ്റ് ചെയ്തിട്ട് എ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് ജി ഓഫ് എക്സ് പ്ലസ് ബി എന്ന് എഴുതാം. അതിനകത്ത് എയും ബിയും ഓരോ കോൺസ്റ്റൻസ് ആണ്. ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു മെഷറബിൾ ഫംഗ്ഷൻ. സോ വി വിൽ ചെക്ക് ദ പ്രൂഫ്. ഇവിടെ ഡിസ്ക്രീറ്റ് കേസിലാണ് പ്രൂവ് ചെയ്തേക്കുന്നത്. സോ അത് കണ്ടിന്യൂസ് കേസിലാണെങ്കിൽ ആ സമ്മേഷന് പകരം ഇൻ്റഗ്രലിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, പ്രൂഫ് നോക്കാം. Let x be a discrete random variable with pm of f of x, then expectation of a into g of x plus b എന്ന് പറയുന്നത് എന്താ, അതിനകത്തുള്ള ഫംഗ്ഷൻ എക്സ്പെക്റ്റേഷൻ ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഫംഗ്ഷൻ ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ്. സോ ദറ്റ് ഈസ് ഈക്വൽ ടു സമേഷൻ ഓവർ എക്സ്. ഡിസ്ക്രീറ്റ് ആയതുകൊണ്ടാണ് സമേഷൻ. സോ സമേഷൻ ഓവർ എക്സ് എ ഇൻറ്റു ജി ഓഫ് എക്സ് പ്ലസ് ബി എഫ് ഓഫ് എക്സ്. നമുക്കറിയാം സമേഷൻ എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. സോ ആ എ ഇൻറ്റു ജി ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് പ്ലസ് ബി എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സമേഷൻ ഓവർ എക്സ് ഇ ഇൻറ്റു ജി ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് പ്ലസ് സമേഷൻ ഓവർ എക്സ് ബി എഫ് ഓഫ് എക്സ്. അതിനകത്ത് എയും ബിയും കോൺസ്റ്റൻസ് ആണ്. സോ കോൺസ്റ്റൻസ് സമേഷന് ഡിപ്പെൻഡ് ചെയ്യില്ല, അതുകൊണ്ട് അത് ഔട്ട് സൈഡ് എടുക്കാം. സോ എ ഇൻറ്റു സമേഷൻ ഓവർ എക്സ് ജി ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് പ്ലസ് ബി ഇൻറ്റു സമേഷൻ ഓവർ എക്സ് എഫ് ഓഫ് എക്സ്. സോ ഫസ്റ്റ് ടേമിനകത്ത് സിഗ്മ ജി ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ, എക്സ്പെക്റ്റേഷൻ ഓഫ് ജി ഓഫ് എക്സിൻ്റെ ഫോർമുലയാണ്. സോ എ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് ജി ഓഫ് എക്സ്. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ബി ഇൻറ്റു സിഗ്മ എഫ് ഓഫ് എക്സ് ആണ്. സിഗ്മ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, പി എം എഫിൻ്റെ ടോട്ടലാണ്. നമുക്കറിയാം പി എം എഫിൻ്റെ പി ഡി എഫിൻ്റെയും ടോട്ടൽ എന്ന് പറയുന്നത് 1 ആണ്. So b into 1 that is equal to b. So expectation of a into g of x plus b എന്ന് പറയുന്നത് a into expectation of g of x plus b എന്ന് കിട്ടും. ഓക്കെ, അതിനകത്ത് b ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് കിട്ടും, എക്സ്പെക്റ്റേഷൻ ഓഫ് a g of x ഈക്വൽ ടു a into expectation of g of x. അതുപോലെ a ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് കിട്ടും, എക്സ്പെക്റ്റേഷൻ ഓഫ് b ഈക്വൽ ടു b. അതായത് എക്സ്പെക്റ്റേഷൻ ഓഫ് എ കോൺസ്റ്റൻറ്റ് ഈസ് ദ കോൺസ്റ്റൻറ്റ് ഇറ്റ് സെൽഫ് എന്നുള്ളതിൻ്റെ പ്രൂഫാണ് ഈ പറഞ്ഞത്. ബി എ ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ഈ പ്രൂഫിനകത്ത് എ ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത എക്സ്പെക്റ്റേഷൻ ഓഫ് ബി, അതായത് എക്സ്പെക്റ്റേഷൻ ഓഫ് എ കോൺസ്റ്റൻറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു ആ കോൺസ്റ്റൻറ്റ് എന്ന് കിട്ടും, ബി എന്ന് കിട്ടും. ഓക്കെ, അതുപോലെ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇനി മെഷറബിൾ ഫംഗ്ഷൻ ആണ്. അത് എക്സ് ആണെങ്കിൽ എന്ത് കിട്ടും, എക്സ്പെക്റ്റേഷൻ ഓഫ് എ എക്സ് പ്ലസ് ബി എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എ എക്സ് പ്ലസ് ബി ഈക്വൽ ടു എ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് ബി എന്ന് കിട്ടും. ഓക്കെ, അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. Then we will move on to second one, addition theorem. For two random variables x and y, expectation of x plus y equal to expectation of x plus expectation of y, provided all the expectations exist. So expectation of x ഉം expectation of y ഉം exist ചെയ്യുകയാണെങ്കിൽ expectation of x plus y എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ചെയ്ത് expectation of x plus expectation of y എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ നമ്മൾ ഡിസ്ക്രീറ്റ് കേസിലാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിനകത്ത് നമ്മളെല്ലാം ഡീൽ ചെയ്യുന്ന ഡിസ്ക്രീറ്റ് കേസാണ്. കണ്ടിന്യൂസ് കേസ് എന്ന് പറയുന്ന സമേഷനുള്ള പ്ലേസിലെല്ലാം ജസ്റ്റ് ഇൻ്റഗ്രൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ ഇവിടെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് വൈ ആണ് എൽ എച്ച് എസിലുള്ളത്. സോ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന 2 റാൻഡം വേരിയബിൾ ആണ്. സോ 2 റാൻഡം വേരിയബിളുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ അതിന് ജോയിൻറ്റ് പി എം എഫ് ആണ് വേണ്ടത്. സോ എക്സ് പ്ലസ് വൈയുടെ ജോയിൻറ്റ് പി എം എഫ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് വൈ ആണ്. സോ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് വൈയുടെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു സമേഷൻ ഓവർ എക്സ് സമേഷൻ ഓവർ വൈ എക്സ് പ്ലസ് വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ. സോ അതും സമേഷൻ നമുക്ക് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിനകത്ത് എക്സ് പ്ലസ് വൈന് സ്പ്ലിറ്റ് ചെയ്ത് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ പ്ലസ് വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കാം, ആദ്യത്തെ ടേമിനകത്ത് സമേഷൻ ഓവർ വൈ എക്സ് എഫ് ഓഫ് എക്സ് വൈ ആണ്. അതിനകത്ത് എക്സ് എന്ന് പറയുന്നതിനകത്ത് എന്തില്ല, വൈയുടെ ടേം ഇല്ല. അതുകൊണ്ട്
ആ എക്സ് എന്ന് വന്ന ടേം വൈയുടെ സമേഷനെ പുറത്തെടുക്കാം. അതുപോലെ തൊട്ടടുത്ത സെക്കൻഡ് ടേമിനകത്ത് വൈ എന്ന് പറയുന്നത് എക്സിൻ്റെ സമേഷനെ ഔട്ട് സൈഡ് എടുക്കാം. കാരണം അതിനകത്ത് എക്സിൻ്റെ ടേം വരുന്നില്ല, ഫസ്റ്റ് ടേമിനകത്ത് വൈയുടെ ടേം വരുന്നില്ല. സോ സമേഷൻ ഓവർ എക്സ് ഇൻറ്റു സമേഷൻ ഓവർ വൈ എഫ് ഓഫ് എക്സ് വൈ പ്ലസ് സമേഷൻ ഓവർ വൈ ഇൻറ്റു സമേഷൻ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു, സോ ആ ടേം സമേഷൻ ഓവർ വൈ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താ, എഫ് വൺ ഓഫ് എക്സ് ആണ്. അതുപോലെ സമേഷൻ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എഫ് ടു ഓഫ് വൈ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, സമേഷൻ ഓവർ എക്സ് ഇൻറ്റു എഫ് വൺ ഓഫ് എക്സ് പ്ലസ് സമേഷൻ ഓവർ വൈ ഇൻറ്റു എഫ് ടു ഓഫ് വൈ. സോ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആണ്, സെക്കൻഡ് ടേം എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ആണ്. ഓക്കെ, സോ സമേഷൻ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ. സോ രണ്ട് റാൻഡം വേരിയബിളിൻ്റെ സമ്മിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് സം ഓഫ് ടു റാൻഡം വേരിയബിൾസിൻ്റെ എക്സ്പെക്റ്റേഷൻ ഈക്വൽ ആണ്. അതായത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ. ഇപ്പോൾ 3 വേരിയബിൾ ഉണ്ടെങ്കിൽ എന്ത് വരും, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് ഇസഡ് എന്ന് കിട്ടും. ഇതുപോലെ പ്രൂവ് ചെയ്യും. സോ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ if there are n random variables x1, x2, etc. xn, we can get the result expectation of x1 plus x2 plus etc. plus xn എന്ന് പറയുന്നത് expectation of x1 plus expectation of x2 plus etc. plus expectation of xn. സോ ഇങ്ങനെ n random variablesനെ എന്ത് ചെയ്യാം, നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രോപ്പർട്ടി മൾട്ടിപ്ലിക്കേഷൻ തിയറം. For two independent random variables x and y, expectation of xy എന്ന് പറയുന്നത് expectation of x into expectation of y, provided all the expectation exist. സോ അഡീഷൻ തിയറത്തിനകത്തും ഇങ്ങനെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ഓൾ ദ എക്സ്പെക്റ്റേഷൻ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്തായിരിക്കും എന്നാണ് പറഞ്ഞ, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ. അതായത് മൾട്ടിപ്ലിക്കേഷൻ സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ എക്സിൻ്റെയും വൈയുടെയും എക്സ്പെക്റ്റേഷൻ എക്സിസ്റ്റ് ചെയ്യണം. കൂടാതെ ആ എക്സും വൈ ആ രണ്ട് റാൻഡം വേരിയബിൾസ് എന്തായിരിക്കണം, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. സോ അണ്ടർലൈൻ ദാറ്റ് വേർഡ്, എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡൻറ്റ്, ദെൻ ഓൺലി വി ക്യാൻ സ്പ്ലിറ്റ് expectation of xy as expectation of x into expectation of y. ഓക്കെ, സോ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം എന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിൻ്റെ പ്രൂഫ് നോക്കാം. കൺസിഡർ എക്സ് ആൻഡ് വൈ ആർ ടു ഇൻഡിപെൻഡൻറ്റ് discrete random variables with the joint pm of f of xy, then by definition expectation of xy equal to summation over x summation over y xy into f of xy. എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമുക്കറിയാം എഫ് ഓഫ് എക്സ് വൈ, അതായത് ജോയിൻറ്റ് ഡിസ്ട്രിബ്യൂഷനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം, എഫ് വൺ ഇൻറ്റു എഫ് ടു എന്ന് എഴുതാം. ഫോർ ടു അതിൻ്റെ റീസണാണ് താഴെ ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്നത്. ഫോർ ടു ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾസ് എക്സ് ആൻഡ് വൈ, എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എഫ് വൺ ഓഫ് എക്സ് ഇൻറ്റു എഫ് ടു ഓഫ് വൈ. ഓക്കെ, സോ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈന് നമുക്ക് എങ്ങനെ എഴുതാം, സമേഷൻ ഓവർ എക്സ് സമേഷൻ ഓവർ വൈ എക്സ് ഇൻറ്റു എഫ് വൺ ഓഫ് എക്സ് ഇൻറ്റു എഫ് ടു ഓഫ് വൈ. ദെൻ അതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി. അതായത് എക്സ് വൈ ഇല്ലാത്ത ടേംസ് എല്ലാം എക്സിൻ്റെ സമേഷനകത്ത് കൊണ്ടുവരിക, വൈ ഉള്ള ടേം വൈയുടെ സമേഷനകത്ത് കൊണ്ടുവരിക. അങ്ങനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എന്ത് വരും, സമേഷൻ ഓവർ എക്സ് എഫ് വൺ എക്സ് ഇൻറ്റു എഫ് വൺ ഓഫ് എക്സ് ഇൻറ്റു സമേഷൻ ഓവർ വൈ ഇൻറ്റു എഫ് ടു ഓഫ് വൈ. സോ ആദ്യത്തെ ടേം എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആണ്, സെക്കൻഡ് ടേം എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ എന്ന് കിട്ടും. സോ ഇതുപോലെ 3 റാൻഡം വേരിയബിൾസ് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമുക്ക് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. സോ എക്സ്പെക്റ്റേഷൻ എക്സിസ്റ്റും ചെയ്യണം, ഇൻഡിപെൻഡൻറ്റും ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. അഡീഷൻ തിയറത്തിനകത്ത് ജസ്റ്റ് റാൻഡം വേരിയബിൾസിൻ്റെ എക്സ്പെക്റ്റേഷൻ എക്സിസ്റ്റ് ചെയ്താൽ മാത്രം മതി, ഇൻഡിപെൻഡൻ്റ് ആവണമെന്നില്ല. ഓക്കെ, ഇതാണ് 3 പ്രോപ്പർട്ടി.